വെൽക്കം ടു നഴ്സിംഗ് മെഡിസിൻ. നമ്മളുടെ JPHN പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പരീക്ഷയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ധാരാളം സംശയങ്ങളും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു സിലബസ് ആൾറെഡി PSC തന്നിട്ടുണ്ട്. അത് ANMന്റെ സിലബസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രധാനപ്പെട്ട ഡൗട്ടുകൾ. കാരണം ആ ഒരു സിലബസ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയാൽ മാത്രം മതിയോ? പ്രത്യേകിച്ച് പരീക്ഷ വളരെ നേരത്തെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു, അല്ല അതിൻ്റെ ഒരു എക്സാം ഡേറ്റ് തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ സിലബസ് ഓറിയൻ്റ് ആയിട്ട് പോയാൽ മതിയോ? പക്ഷേ അവിടെ ഒരു പ്രോബ്ലം വരുന്നത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ JPHൻ്റെ ആ ഒരു ഏരിയ ഓഫ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ ഈ സിലബസിൽ ധാരാളം കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് പരീക്ഷകൾക്ക് ചിലപ്പോൾ ചോദിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്നുള്ളൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പരീക്ഷ എഴുതുമ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് പോലും ഈ സിലബസിലുണ്ടോ എന്നുള്ള ഒരു കാര്യം സംശയമാണ്. പിന്നെ അതേപോലെ തന്നെ പല ഏരിയാസ്, ഇപ്പോൾ ഈവൻ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ, നിങ്ങളുടെ 2023 പരീക്ഷയ്ക്ക്, 2023 നടന്ന ഒരു പരീക്ഷയ്ക്ക് ഈ SDG ഗോൾ 3 ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഗോൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീതി ആയോഗിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഈവൻ നമ്മളുടെ അഡ്വാൻസ്ഡ് ലെവലിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പോലും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അപ്പോൾ ഈ സിലബസ് വേണം. ഈ സിലബസ്, അതായത് ആ ഒരു സിലബസിനുള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അതോടൊപ്പം തന്നെ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തയ്യാറെടുക്കണം. അപ്പോൾ പല കുട്ടികളും ഇങ്ങനെ ചില കൺസേൺസ് പറഞ്ഞതുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരമാണ് നമ്മളിങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് തരാമെന്ന് നമ്മൾ സർവേക്കുറവുണ്ടായിട്ടും നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്തിനെ, അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്നുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി എന്ന് WHO 1948 WHO കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഡെഫിനേഷൻ. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. അപ്പോൾ അവിടെ 3 കാര്യം ഓർക്കണം: ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അപ്പോൾ എക്സാമിനേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കും WHO ഹെൽത്തിൻ്റെ ഡെഫിനേഷനകത്ത് വരാത്ത ഹെൽത്തിൻ്റെ ഡയമെൻഷൻസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഹെൽത്തിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻ, മെൻ്റൽ ഡയമെൻഷൻ, സോഷ്യൽ ഡയമെൻഷൻ, ഇത് 3 WHO ഹെൽത്തിൻ്റെ ഡെഫിനേഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ചിലപ്പോൾ ഇതിനകത്ത് വൊക്കേഷണൽ ഡയമെൻഷൻ ഇതിനകത്ത് വന്നിട്ടില്ല. വൊക്കേഷണൽ ഡയമെൻഷൻ ഇതിനകത്ത് വന്നിട്ടില്ല. അല്ലെങ്കിൽ എക്കണോമിക്കൽ ഡയമെൻഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ചോദ്യം ഇനി വരാം. അപ്പോൾ അവിടെയാണ് നമുക്കൊരു പ്രശ്നം വരുന്നത്. റീസെൻ്റ്ലി ഈ ഹെൽത്തിൻ്റെ ഡെഫിനേഷൻ 1948 തന്ന ഈ ഒരു ഡെഫിനേഷൻ വിച്ച് ഈസ് ആംപ്ലിഫൈഡ് വിത്ത് എബിലിറ്റി ടു ലീഡ് a socially and economically productive life. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് എക്കണോമിക്കൽ ഡയമെൻഷനും ഇപ്പോൾ നമ്മളുടെ ഹെൽത്തിൻ്റെ WHO ഡെഫിനേഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കേണ്ടത്. അപ്പോൾ എക്കണോമിക്കൽ ഡയമെൻഷൻ വന്നിട്ടുണ്ട്, പക്ഷേ വൊക്കേഷണൽ ഡയമെൻഷൻ അതിനകത്ത് എടുത്ത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ എക്കണോമിക്കൽ ഡയമെൻഷൻ വന്നിട്ടുണ്ട്. ദ എബിലിറ്റി ടു ലീഡ് ആൻഡ് എക്കണോമിക്കലി ആൻഡ് സോഷ്യലി പ്രൊഡക്റ്റീവ് ലൈഫ്, അല്ലെങ്കിൽ ദ എബിലിറ്റി ടു ലീഡ് ആൻഡ് എ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഡെഫിനിഷനും അതേപോലെ തന്നെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡയമെൻഷൻസ്. പിന്നെ അവിടെ ഒരു കാര്യം നമ്മൾ പലപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്പിരിച്വൽ ഡയമെൻഷനും WHO ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. സ്പിരിച്വൽ ഡയമെൻഷൻ, ഓക്കെ, അതും
പക്ഷേ നല്ല എന്താണ് ഒരു ലിറ്ററേച്ചറുകൾക്കകത്ത് അതങ്ങനെ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും യൂഷ്വലി നമ്മളൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ സ്പിരിച്വൽ ഡയമെൻഷനും WHO ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ ഒരു സേയിങ്സ് എന്നുണ്ടെങ്കിൽ അങ്ങനെ യൂഷ്വലി നമ്മൾ അധ്യാപകരൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ ഡയമെൻഷനും ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ സ്പിരിച്വൽ ഡയമെൻഷൻ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, അതേപോലെ തന്നെ റീസൺലി ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതായത് ദിസ് ഡെഫിനിഷൻ ആംപ്ലിഫൈഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മളുടെ WHO സൈറ്റുകളിൽ നമുക്ക് എടുത്ത് കാണാൻ സാധിക്കും. ദിസ് ഡെഫിനിഷൻ ആംപ്ലിഫൈഡ് വിത്ത് ആൻഡ് എബിലിറ്റി ടു ലീഡ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ്. പിന്നെ നമുക്കറിയാവുന്ന ഒരു കോമൺ സേയിങ് എന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ അധ്യാപകരൊക്കെ പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യമാണ് സ്പിരിച്വൽ ഡയമെൻഷനും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, സ്പിരിച്വൽ, അതേപോലെ തന്നെ എക്കണോമിക്കൽ ഡയമെൻഷൻ അതും കൂടി നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അതിനെക്കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എന്താണ് വൊക്കേഷണൽ ഡയമെൻഷനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി വേരിയസ് കൺസെപ്റ്റ്സ് ഓഫ് ഹെൽത്തിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും ബയോമെഡിക്കൽ കൺസെപ്റ്റ്, ബയോമെഡിക്കൽ, എക്കോളജിക്കൽ കൺസെപ്റ്റ്, സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ്, പിന്നെന്താണ് ഹോളിസ്റ്റിക് കൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റുകളാണ് നമുക്ക് ഹെൽത്തിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാത്തിനും നിന്നും ചോദ്യങ്ങൾ ആൾറെഡി തന്നെ വന്നിട്ടുണ്ട്. ഇതിലൊന്നാമതാണ് ബയോമെഡിക്കൽ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ബേസ്ഡ് ഓൺ ലൂയിസ് പാസ്റ്റേഴ്സ് ജെയിം തിയറി ഓഫ് ഡിസീസ്. അപ്പോൾ ജെയിം തിയറി ഓഫ് ഡിസീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ജെയിം തിയറി ഓഫ് ഡിസീസ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ബയോമെഡിക്കൽ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ബേസ്ഡ് ഓൺ ലൂയിസ് പാസ്റ്റേഴ്സ് ജെയിം തിയറി ഓഫ് ഡിസീസ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ഹെൽത്ത് മീൻസ് ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നാണ്. ആബ്സെൻസ് ഓഫ് ഡിസീസ്. അക്കോർഡിംഗ് ടു ബയോമെഡിക്കൽ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഹെൽത്ത് മീൻസ് ആബ്സെൻസ് ഓഫ് ഡിസീസ്, രോഗമില്ലാത്ത അവസ്ഥ. പിന്നെ അവിടെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ഹ്യൂമൻ ബീയിങ്ങിനെ ഒരു മെഷീൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഹ്യൂമൻ ബീയിങ് ഈസ് കൺസിഡർഡ് ആസ് എ മെഷീൻ. എനി ഡിസ്ഫങ്ഷൻ ഓഫ് ദ മെഷീൻ വിച്ച് മേ ലീഡ്സ് ടു ഡിസീസ്. ഈ മെഷീൻ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ് അസുഖം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് ഡിസീസ് ആയിട്ട് മാറുന്നത് എന്നാണ് ബയോമെഡിക്കൽ കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് എന്താണ് ഒരു മെക്കാനിക്. ഇപ്പോൾ ഒരു ഡിവൈസിന് കേടായി കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കിൻ്റെ ഒരു റോളാണ് ആർക്കുള്ളത്, ഡോക്ടറിന് ഉള്ളത്, ലൈക്ക് മെക്കാനിക്. അപ്പോൾ അതാണ് ഈ ഇത്രയും കൺസെപ്റ്റുകളാണ് ബയോമെഡിക്കൽ കൺസെപ്റ്റുകളായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഓർക്കാനുള്ളത്. ബേസ്ഡ് ഓൺ ജെയിം തിയറി ഓഫ് ഡിസീസ്, അതേപോലെ തന്നെ ലൂയിസ് പാസ്റ്ററുടെ ജെയിം തിയറി ഓഫ് ഡിസീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബയോമെഡിക്കൽ കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഹെൽത്ത് മീൻസ് ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നാണ്. ഹ്യൂമൻ ബീയിങ് ഈസ് കൺസിഡർഡ് ആസ് എ മെഷീൻ. ഇത്രയും കാര്യം കൊടുത്തിരിക്കണം. ഇനി അടുത്താണ് എക്കോളജിക്കൽ കൺസെപ്റ്റ്. എക്കോളജിക്കൽ കൺസെപ്റ്റ് പറയുന്നത് ഹെൽത്ത് ഈസ് ദ ഡൈനാമിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവയോൺമെന്റ്. മനുഷ്യനും മാൻ ആൻഡ് എൻവയോൺമെന്റ് ഇവർ തമ്മിലുള്ള ഡൈനാമിക് ഇക്വിലിബ്രിയത്തെയാണ്, അവർ തമ്മിലുള്ള ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ആ ഒരു ഹാർമണിയാണ് നമുക്ക് പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത്. സോ ഹെൽത്ത് ഈസ് എ ഡൈനാമിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവയോൺമെന്റ്. അപ്പോൾ ഈ ഇക്വിലിബ്രിയത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നു, ഡിസീസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഇക്വിലിബ്രിയം ബ്രേക്ക് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഡിസീസ് ഉണ്ടാകുന്നു എന്നാണ് ഈ എക്കോളജിക്കൽ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് പറയുന്നത്. അക്കോർഡിംഗ് ടു എക്കോളജിക്കൽ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഹെൽത്ത് ഈസ് ദ ഡൈനാമിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവയോൺമെന്റ്. അപ്പോൾ എനി ഡിസ്ഇക്വിലിബ്രിയം വിച്ച് മേ ലീഡ്സ് ടു ഡിസീസ്. അടുത്താണ് സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്. അപ്പോൾ ഇത് പ്യൂർലി എന്താണ്, ബയോമെഡിക്കൽ കൺസെപ്റ്റ് പറയുന്നത് എന്താണ്, ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നാണ്. എക്കോളജിക്കൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഇറ്റ് ഈസ് ദ ഡൈനാമിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മളുടെ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട്സ്, അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ആസ്പെക്ട്സ്.
സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ആസ്പെക്ട്സ്. എന്തിനു പറയുന്നു? ഈവൻ എക്കണോമിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ്, ഇതെല്ലാം ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന കൺസെപ്റ്റാണ് സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഹെൽത്ത് ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ ദിസ് സോഷ്യോ കൾച്ചറൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്. അടുത്താണ് ഹോളിസ്റ്റിക് കൺസെപ്റ്റ്. ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി നമ്മളുടെ WHO ഡെഫിനിഷൻ തന്നെ ഏതാണ്ട് ഈ ഒരു ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അപ്പോൾ ഇവര് പറയുന്നത് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ഇൻ എ സൗണ്ട് എൻവയോൺമെന്റ് എന്നുള്ള കൺസെപ്റ്റാണ്. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ഇൻ എ സൗണ്ട് എൻവയോൺമെന്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിന്തസിസ് ഓഫ് so far we discussed various concepts of health. നമ്മൾ ഇതുവരെ പറഞ്ഞു എല്ലാ കൺസെപ്റ്റ്സ് ഓഫ് ഹെൽത്തുകളുടെയും ഒരു മിശ്രിതമായിട്ട് നമുക്ക് എന്ത് പറയാം, ഈ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹെൽത്തിനെ നമുക്ക് പറയാം. ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ്? സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ഇൻ എ സൗണ്ട് ഫാമിലി ഇൻ എ സൗണ്ട് എൻവയോൺമെന്റ്. സൗണ്ട് മൈൻഡ്, സൗണ്ട് ബോഡി, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ഇൻ എ സൗണ്ട് എൻവയോൺമെന്റ് ഇൻ എ സൗണ്ട് ഫാമിലി. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മളുടെ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് പറയാം. ഓക്കെ, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ഇൻ എ സൗണ്ട് ഫാമിലി ഇൻ എ സൗണ്ട് എൻവയോൺമെന്റ്. അപ്പോൾ നമ്മളുടെ ഈ ഹെൽത്ത് പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നിട്ടുള്ള അതുപോലെയൊക്കെയുള്ള കൺസെപ്റ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മളുടെ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്. ഓക്കെ, ഹെൽത്ത് പ്രൊമോഷനും പ്രൊട്ടക്ഷനും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേരിയസ് കൺസെപ്റ്റ്സ് ഓഫ് ഹെൽത്തിനെ കുറിച്ച് പറയാനുള്ളത്. ബയോമെഡിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ജെം തിയറി ഓഫ് ഡിസീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ലൂയിസ് പാസ്റ്ററിൻ്റെതാണ് ജെം തിയറി ഓഫ് ഡിസീസ്, നമുക്കറിയാം. അവിടെ ഹെൽത്ത് മീൻസ് ആബ്സൻസ് ഓഫ് ഡിസീസ് എന്നതാണ്. അതേപോലെ തന്നെ എക്കോളജിക്കൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെൽത്ത് ഈസ് ദ ഡൈനാമിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവയോൺമെന്റ്. സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ് ഇത് മാത്രമൊന്നുമല്ല, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആസ്പെക്ട്സ്, വേരിയസ് അതർ ആസ്പെക്ട്സ് ആൾസോ, അല്ലെങ്കിൽ വേരിയസ് അതർ ഫാക്ടേഴ്സ് ആൾസോ. എന്തൊക്കെയാണ് അതർ ഫാക്ടേഴ്സ്? സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് കോഴ്സ്. പിന്നെ എന്താണ്? ഈവൻ സോഷ്യോ കൾച്ചറൽ ആൻഡ് എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ആൾസോ മെയിൻ റിലേറ്റഡ് വിത്ത് ഹെൽത്ത്. അപ്പോൾ ഈ ഒരു ഹാർമണിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയമാണ് ഇത് സൈക്കോ സോഷ്യൽ ഹെൽത്തിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ് ഓഫ് ഹെൽത്തിനകത്ത് പറയുന്നത്. ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ദ സിന്തസിസ് ഓഫ് എബോവ് ഡിസ്കസ്ഡ് കൺസെപ്റ്റ്സ് ഓഫ് ഹെൽത്ത് എന്ന് നമുക്ക് സിംപിളി പറയാം. അല്ലെങ്കിൽ ഇവിടെ WHO ഡെഫിനിഷൻ ഈ ഹോളിസ്റ്റിക് കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ദ നോഷൻ ദാറ്റ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ഇൻ എ സൗണ്ട് ഫാമിലി ഇൻ എ സൗണ്ട് എൻവയോൺമെന്റ്. അതാണ് നമ്മളുടെ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയൊരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് കൺസെപ്റ്റ്സ് ഓഫ് ഹെൽത്ത് എന്നുള്ള ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ സിലബസിൽ കൺസെപ്റ്റ്സ് ഓഫ് ഡിസീസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് കൺസെപ്റ്റ്സ് ഓഫ് വെൽബീയിങ്ങും കൺസെപ്റ്റ്സ് ഓഫ് ഡിസീസും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം. പിന്നെ അതേപോലെ തന്നെ സ്പെക്ട്രം ഓഫ് ഡിസീസ് പറഞ്ഞു പോകണം. അതേപോലെ തന്നെ ഐസ്ബെർഗ് ഫിനോമിനൻ പറയണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് പറയുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.